ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുടെ ചില വിദേശ യാത്രകൾ എപ്പോഴും ദുരൂഹത തന്നെ സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ്. ആരടുത്തും പറയാതെ ഒരു അറിവും കൊടുക്കാതെ രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് മുങ്ങും. അത് CRPF ഉദ്യോഗസ്ഥർക്കടക്കം വലിയ രീതിയിലുള്ള തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. അതവർ എല്ലാ വർഷവും അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നിലവിൽ രാഹുൽ ഗാന്ധിക്ക് വിദേശത്ത് ഭാര്യയും മക്കളും ഉണ്ടോ എന്നുള്ള ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്നത്. കാരണം ചില ചിത്രങ്ങളും ചില വീഡിയോകളും അടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതായത് രാഹുൽ ഗാന്ധി വിദേശത്ത് ഒരു സ്ത്രീയോടൊപ്പം കൂടാതെ ഒരു കൊച്ചുകുട്ടിയോടൊപ്പം ഇരുന്ന് രാഹുൽ ഗാന്ധി ബോട്ടിൽ യാത്ര നടത്തുന്നു. കൂടാതെ ഒരു 10-12 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയോടൊപ്പം ഇരുന്ന് രാഹുൽ ഗാന്ധി കളിക്കുന്നു. അതായത് ഒരു വീട്ടിൽ ഇരുന്ന് രാഹുൽ ഗാന്ധി കളിക്കുന്നു എന്നടക്കമുള്ള വീഡിയോകളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതോടുകൂടി തെളിവ് സഹിതം പുറത്തു വന്നപ്പോൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം ചർച്ചകൾ ഇങ്ങനെ കത്തി നിൽക്കുന്നത്. രാഹുൽ ഗാന്ധി ആരടുത്തും പറയാതെ ഈ കഴിഞ്ഞ ജൂൺ 22-ാം തീയതി മുതൽ രാഹുൽ ഗാന്ധി വിദേശത്തായിരുന്നു. അത് ഭാര്യയും മക്കളെയും കാണാൻ വേണ്ടി പോയതാണ്. വിദേശത്ത് എന്തോ ഒരു കുടുംബ പ്രശ്നം ഉണ്ടായിരുന്നു. അത് പരിഹരിക്കാനായിട്ടാണ് രാഹുൽ ഗാന്ധി ആരടുത്തും പറയാതെ രാഹുൽ ഗാന്ധി മുങ്ങിയത് എന്നാണ് പറഞ്ഞത്. കൂടാതെ ബിഡ്സ് എന്ന ഒരു മാധ്യമം അടുത്തിടെ അവർ 2-3 ലേഖനങ്ങളിലായിട്ട് രാഹുൽ ഗാന്ധിക്ക് വിദേശത്ത് അടക്കമുള്ള 1-2 ഭാര്യമാർ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബിഡ്സ് ഒരു ലേഖനം പുറത്തുവിട്ടിരുന്നു. പക്ഷെ ആ ലേഖനത്തിലടക്കം ഇതുവരെയായിട്ട് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഈ എല്ലാ വർഷവും ഇങ്ങനെ ഒളിച്ചും പാത്തുമൊക്കെ രാഹുൽ ഗാന്ധി ഒരു 10 തവണയെങ്കിലും വിദേശയാത്ര നടത്തുന്നത് ഈ കുടുംബത്തെ കാണാൻ വേണ്ടിയാണ് എന്നൊരു സംശയമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. കാരണം ദീപാവലി വന്നാലും ഇപ്പോൾ ഓണം ആഘോഷം വന്നാലും ക്രിസ്മസ് വന്നാലും അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രത്യേകമായ ഒരു ആഘോഷം വന്നാൽ പോലും രാഹുൽ ഗാന്ധി ഡൽഹിയിലൊന്നും ഉണ്ടാകില്ല, നേരെ വിദേശത്തേക്ക് പോകും. അത് കുടുംബത്തോടൊപ്പം ആഘോഷിക്കാനാണ് എന്നുള്ള ചില വാർത്തകൾ എല്ലാ കാലത്തും പുറത്തേക്ക് വരുന്നുണ്ട്. ജൂൺ 22 മുതൽ ജൂലൈ 13 വരെയാണ് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എവിടെയായിരുന്നു, രാഹുൽ ഗാന്ധി ഏത് രാജ്യത്ത് പോയി ആരെയാണ് കണ്ടത്, എന്തിനായിരുന്നു യാത്ര, പ്രതിപക്ഷ നേതാവായ ഒരാൾ എന്തിനാണ് ഇത്തരം അജ്ഞാതമായ യാത്രകൾ നടത്തുന്നത് എന്ന ചോദ്യങ്ങൾ ഇങ്ങനെ സമൂഹ മാധ്യമങ്ങൾ അടക്കം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പ് സന്ദർശനം എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധിയുടെ യാത്ര അവസാനിപ്പിക്കാനാകുമോ? ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? കാരണം ഒരു MP എന്ന നിലയിൽ ഒരു MP എവിടെയൊക്കെ പോകുന്നു എന്ന് ജനങ്ങൾക്കും അതോടൊപ്പം തന്നെ രാജ്യത്തിനും അറിയണ്ടേ എന്നാണ് ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വിദേശ യാത്രകൾ ഗൗരവമായ ഒരു ചോദ്യങ്ങളാണ് ഉയർത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും പറയുന്നുണ്ട്. കിരൺ റിജിജു പറയുന്നത് രാഹുൽ ഗാന്ധി ഇതുവരെ 54 വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ട്, അതെല്ലാം അജ്ഞാതമാണ്. വിദേശയാത്ര നടത്തുന്ന ഓരോ MPയും യാത്ര പുറപ്പെടുന്നതിന് 3 ആഴ്ച മുമ്പ് ഇക്കാര്യം ലോക്സഭ രാജ്യസഭാ സെക്രട്ടേറിയറ്റിനെ അറിയിക്കേണ്ടതുണ്ടെന്നാണ് കിരൺ റിജിജു പറയുന്നത്. രാഹുൽ ഗാന്ധി എത്ര ദിവസം ഇന്ത്യക്ക് പുറത്ത് താമസിച്ചുവെന്നും വിദേശയാത്രയ്ക്കിടെ എത്ര ചെലവ് വന്നുവെന്നും റിജിജു ചോദിക്കുന്നുണ്ട്. ഇതൊരു അനുമതിയല്ല, മറിച്ച് വിവരം അറിയിക്കലാണ്. MPമാർക്ക് വിദേശയാത്ര നടത്താം, പക്ഷെ ആ വിവരം മുൻകൂട്ടി അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു MP വിദേശ ആതിഥ്യം സ്വീകരിക്കുകയാണെങ്കിൽ ക്ഷണിച്ച ഏജൻസിയോ സംഘടനയോ വഹിക്കുന്ന ചെലവ് ഫോറിൻ കോൺട്രിബ്യൂഷൻ ആക്ടിന്റെ കീഴിൽ വരണമെന്നും കിരൺ റിജിജു പറയുന്നുണ്ട്. 2024 മുതൽ MP ആയ രാഹുൽ ഗാന്ധി 54 വിദേശയാത്രകൾ നടത്തിയതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് റിജിജു പറയുകയാണ്. ഇത് 54 യാത്രകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല, മറിച്ച് എത്ര ദിവസം അദ്ദേഹം ഇന്ത്യക്ക് പുറത്ത് തങ്ങിയെന്നും അതിനായി എത്ര ചെലവ് വന്നുവെന്നാണ് കിരൺ റിജിജു ഇപ്പോൾ ചോദിക്കുന്നത്. രാഹുൽ ഗാന്ധിയും കോൺഗ്രസും നിയമങ്ങൾ പാലിക്കണമെന്ന് കിരൺ റിജിജു പറയുമ്പോൾ വിവരങ്ങൾ അധികൃതരെ അറിയിക്കണമെന്നാണ് കേന്ദ്രമന്ത്രി ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. നിർദ്ദിഷ്ട വിദേശയാത്രയ്ക്ക് 3 ദിവസം മുമ്പ് ലോക്സഭാ സെക്രട്ടറിയോട് അദ്ദേഹം അറിയിക്കണം. കൂടാതെ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് കേന്ദ്ര സർക്കാരിനെ അറിയിക്കണം, അല്ലെങ്കിൽ ഒരു MP എന്ന നിലയിൽ അത് ലോക്സഭയിലും രാജ്യസഭയിലും അറിയിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും അറിയിക്കാതെ രാഹുൽ ഗാന്ധി സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥരെ പോലും അറിയിക്കാതെ മുങ്ങുന്നത് കുടുംബത്തെ കാണാനാണ് എന്നുള്ള ഒരു അഭിമുഖങ്ങൾക്ക് അത് കൂടുതലായി ശക്തി പകരുന്നു. അതിൻ്റെ ചില തെളിവുകൾ, ചില വീഡിയോകൾ അടക്കം പുറത്തു വന്നതോടെ രാഹുൽ ഗാന്ധിക്ക് വിദേശ രാജ്യത്ത് കുടുംബം ഉണ്ട് എന്ന ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ.